പ്രാവശ്യം എടുത്തിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എന്റെ ഭായി ഞാൻ പറയട്ടെ, പശുവിന്റെ വില എന്ന് നിശ്ചയിക്കുന്ന ഞാൻ പറഞ്ഞില്ല, പശുവിന്റെ ബോഡി വെയിറ്റും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ വില നിശ്ചയിക്കുന്ന പാലിനുള്ള ചില സമയത്ത് നമ്മൾ ചെനപ്പശുക്കളായി മേടിക്കുന്നത്. ഈ ചെനപ്പശുക്കൾ മേടിക്കുമ്പോഴും അവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് കിട്ടുന്ന പശുക്കൾ ഈ പശുക്കളൊന്നും കിട്ടൂല. എങ്കിലും നമ്മളൊരു അവർ 1.15 1.25 പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു തോൾപ്പക്കത്തിന് മുകളിലുണ്ട്. മുകളിലുണ്ട് പശു. 25ന്റെ മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. 25 എന്തായാലും കിട്ടും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ മണി ഭഗവതി, പാലക്കാടുള്ള പ്രധാനപ്പെട്ട കൗ ബ്രോക്കറായ മണി ഭഗവതിയുടെ കൂടിയാണ്. അപ്പോൾ ഇന്ന് കിടുക്കാച്ച അടിപൊളി എച്ച് എഫ് ക്രോസ് പശുക്കളുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇടിവെട്ട് പശുക്കളാണ്. ഒരു 20 ലിറ്ററിന് മുകളിൽ 25-30 ലിറ്റർ വരെയൊക്കെ പാല് കിട്ടുന്ന നല്ല അടിപൊളി പശുക്കളാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മണിയേട്ടനോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പറയാം, എന്തൊക്കെയാണ്? അടിപൊളി പശുക്കളാണല്ലോ. ഒന്ന് നല്ല സൂപ്പർ പശുക്കളാണ്. നല്ല എന്താ പറയുക, HFന്റെ തന്നെ ക്രോസ് ബ്രീഡാണ്. അത്യാവശ്യം പാൽശേഷിയുള്ള പശുക്കളാണ്. 25ന്റെ മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. 25 എന്തായാലും കിട്ടും. 2 നേരം കൂടെ മിനിമം എന്തായാലും 25 നമുക്ക് കിട്ടും. 25 മുകളിൽ കിട്ടും. എന്തായാലും നമ്മൾ 25 പറയുന്നുള്ളൂ അല്ലേ? അതെ. എന്തായാലും നല്ല അടിപൊളി പശുക്കളാണ്. ബോഡി വെയിറ്റ് ഒക്കെ നോക്കിയാൽ ഹെവി സൈസ് ആന വലിപ്പത്തിലുള്ള പശുക്കളാണ്. ഇനി മടി ഇറങ്ങാനുണ്ട് കേട്ടോ. ഇനിയും മടി ഇറങ്ങാനുണ്ട്. എത്ര ദിവസം പ്രസവിക്കും? ഇതൊരു മാക്സിമം ഒരു 10 ദിവസം. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന പശുക്കളാണ്. 2 ആഴ്ച താഴെ പ്രസവിക്കാൻ സമയമുള്ളൂ. മടി സൈസ് ഇനി കൂടാനുണ്ട്. ഇനി മടി സൈറ്റ് കൂടാനുണ്ട്. അതെ. അപ്പൊ നല്ല കിടിലൻ അടിപൊളി പശുക്കളാണ് HF ക്രോസ് ബ്രീഡ്. അപ്പൊ ഇതുപോലുള്ള നല്ല അടിപൊളി പശുക്കളെയൊക്കെ ആവശ്യമുള്ളവര് മണിച്ചേട്ടന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, വിളിച്ചാൽ മതി. ഇതെല്ലാം ക്രോസ് ബ്രീഡ് പശുക്കളാണ്. ഇതിനൊക്കെ ഏകദേശം 20 ലിറ്റർ പാല് പ്രതീക്ഷിക്കാൻ പറ്റും. 20 കിട്ടും അല്ലേ? 2 നേരം കൂടി ഒരു 20 കിട്ടുള്ളൂ. ഇതൊക്കെ ആകുമ്പോൾ ഒരു ഏകദേശം 20 കഷ്ടി അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അതിന് കുഴപ്പമില്ല. ഒരു കർഷകനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ മോശമില്ലാത്ത രീതിയിലേക്ക് അവനെ കറവും കഴിഞ്ഞ് ജീവിതമാർഗം കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പശുക്കളാണ്. ഒരുപാട് ഹെവി ബ്രീഡ് ഒന്നും പറയാൻ പറ്റില്ല. ക്രോസ് ബ്രീഡാണ് ഇപ്പൊ നിൽക്കുന്നത് ഫാമിൽ എടുക്കുന്നത്. പക്ഷെ ഇവർക്ക് കൊണ്ടുപോയി പശുക്കളൊന്നും നമുക്ക് വലിയ പ്രയാസമില്ലാണ്ട് പാല് കറന്നിട്ട് കർഷകന് ഹാപ്പിയാണ്. നമസ്കാരം സാറേ. പേര് ഷാജഹാനാണ്. സ്ഥലം ഒറ്റപ്പാലമാണ്. ഇവിടുന്ന് 2 പ്രാവശ്യം വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് നല്ല പശു. HF ക്രോസ്. വലിയ മോശം പറയാനില്ല. നല്ല പശുക്കളാണ്. നേരത്തെ കൊണ്ടുപോയ പശുക്കള് പറഞ്ഞ പാലുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഹാപ്പിയാണ്. സന്തോഷത്തോടു കൂടി. കുഴപ്പമില്ല. നമ്മൾ അതുകൊണ്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇത് മണി ഭഗവതിയാണ്. മണി ഭഗവതി. പാലക്കാട് വഴിയാണ് പശു എടുത്തത്. 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നമ്മളിത് തന്നെ കുടുംബം കഴിയുന്നത്. വീണ്ടും വന്ന് എടുക്കാൻ. തമിഴ്നാട്ടിലാണ്. ഇത് തന്നെ. ഇത് ഈ പശുക്കൾ. കാണിച്ചോളൂ. അന്ന് കൊണ്ടുപോകും. വണ്ടി വന്നാൽ കൊണ്ടുപോകും. പറഞ്ഞിട്ടുണ്ട്. അല്ല നമുക്ക് പുറത്ത് പിടിക്കാം. വണ്ടി പോരും. ശരി, വണ്ടി വരും. വണ്ടി വരും കേട്ടോ. ബാക്കി നമുക്ക് നാളെ നോക്കിട്ട് മേടിക്കാം. ശരി കേട്ടോ. അപ്പൊ ഇതൊരു പശു, ഇതൊരു 3 ഇതാണ്. നല്ല പശുക്കളാണ് മേടിച്ചേക്കുന്നത്. 1 2 3 കേട്ടോ. 3 പശു നല്ല ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റില്ല. നല്ല അത്യാവശ്യം ക്രോസ് ബ്രീഡ് നല്ല പശുക്കളാണ്. അല്ല, മൂപ്പര് പറഞ്ഞതൊക്കെ നല്ല പശുക്കളാണ്. മുന്നിലും 2 പ്രാവശ്യം കൊണ്ടുപോയത് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ടാണ്. ഇതൊക്കെ നമുക്കൊരു 25 എപ്പോ കിട്ടാവുന്ന പശുവാണ്. 25ന് മുകളിൽ കിട്ടാവുന്ന പശുവാണ്. എന്നാൽ 25 കുറയില്ല. എന്നാലും 25 ഒരിക്കലും കുറയില്ല. ഇത് അത്യാവശ്യം ബ്രീഡുള്ള പശുവാണ്. നല്ല ബ്രീഡുള്ള പശുവാണ്. നല്ല കരിങ്കാമ്പാണ്. നല്ല ബ്രീഡുള്ള പശുവാണ്. ഒരു ഫാമിങ്ങിനൊക്കെ പറ്റിയ പശുവാണ്. അവർക്കും വലിയ പ്രയാസമില്ല. പാല് കറക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ നോക്കിയാൽ ബോഡി ഉണ്ടോ? ബോഡി സൈസ് നോക്കിയാൽ നമ്മൾ നല്ല ഹെവി സൈസ് ആണ്. ഏകദേശം നമ്മളെ തോൾപ്പക്കത്തിന് മുകളിലുണ്ട്. പശു 25 ഇറങ്ങുന്ന പശു. ഇത് മടി ആയിട്ടില്ല. മടി ആവുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ബോഡി സൈസുള്ള പശു. പിന്നെന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ കർഷകൻ വന്നു കഴിയുമ്പോൾ കർഷകന് അറിയാം, പശുവിനെ പറ്റി അറിയാം. കർഷകന്റെ അഭിപ്രായം നമ്മൾ എടുക്കുകയുള്ളൂ. താല്പര്യപ്രകാരം നമ്മൾ എടുത്തു കൊടുക്കും. അവർക്ക് എന്തെങ്കിലും വിഷയങ്ങളൊന്നും വരാത്ത രീതിയിൽ അവർക്ക് നാളെ കൊണ്ടുപോയാലും പാൽശേഷി കുറവില്ലാത്ത പശു നമ്മൾ കൊടുക്കൂല. പാൽശേഷി ഉള്ള പശു നോക്കി എടുക്കുകയുള്ളൂ. ഇത് രണ്ടാമത്തെ പ്രസവം.
രണ്ടാമത്തെ പ്രസവമാണ്. ഇനി പ്രസവിക്കുന്നത് രണ്ടാമത്തതാണ് അല്ലേ? ഇനി പ്രസവിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ദിവസം. ഇനി പ്രസവിക്കാൻ പോകുന്നത് രണ്ടാമത്തതാണ്. അപ്പോൾ സെക്കൻഡ് ലാക്ടേഷൻ ചന പശുക്കളാണ്. ഒരു 10-20 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. കിഡിലൻ പശുക്കളാണ്. ദിവസം വേണ്ടി വരില്ല, മാക്സിമം 15 ദിവസം താഴെ. 15 ദിവസം അല്ലേ? അതെ. ഓക്കെ, ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ഹെവി സൈസ് ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ്. എല്ലാം നല്ല ഹെവി സൈസ്, നല്ല ആന വലിപ്പത്തിലുള്ള പശുക്കളാണ്. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള പശുക്കളൊക്കെ വന്നാലേ വിലയൊക്കെ പരമാവധി ബാർഗൈൻ ചെയ്തൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ, നമ്മളെ വീഡിയോ കണ്ടിട്ട് മാക്സിമം വില കുറച്ച് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഏകദേശം ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ട്. പശുവിന്റെ വില നല്ലവരൊക്കെ എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ലൊരു പശുവിനൊക്കെ ഏകദേശം ഒരു 1 ലക്ഷത്തിന് മുകളിലൊക്കെ പറയും. ഒരു ഏവറേജ് നമുക്ക് പശുവിന്റെ എന്താ പറയാ ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ വില നിശ്ചയിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അവർ വന്നു കഴിഞ്ഞാൽ ആ രീതിക്ക് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പാലക്കാടാണെങ്കിലും തമിഴ്നാട്ടിൽ പോയിട്ടാണെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ഉള്ള കെട്ടിത്തറകളിലും വീടുകളിലൊക്കെ പോയിട്ട് നല്ല അടിപൊളി പശുക്കളെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ? പിന്നെന്താ, നല്ല പശുക്കൾ മേടിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. വീഡിയോയിൽ തന്നെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരമാവധി വിലയെല്ലാം ബാർഗൈൻ ചെയ്ത് വാങ്ങിച്ചു തരുമെന്നാണ് നമ്മൾ മണിച്ചേട്ടൻ പറയുന്നത്. അപ്പൊ ഇതുപോലുള്ളതാ കണ്ടില്ലേ, എല്ലാം നല്ല അടിപൊളി പശുക്കളാണ്. എല്ലാം മടിസെറ്റൊക്കെ ആയി വരുന്നുണ്ട്. ഒരു 10-20 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന പശുക്കൾ, കിടിലൻ നല്ല ക്വാളിറ്റിയുള്ള പശുക്കളാണ്. അപ്പൊ ഇവിടെയൊക്കെ വന്നാൽ നമുക്ക് എങ്ങനെയാണ് വാഹന സൗകര്യമൊക്കെ ഉണ്ടാവും? നിങ്ങൾ പിന്നെ വാഹന സൗകര്യം ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതും ശരിയായി കൊടുക്കാം. സ്കീമിലൊക്കെ പശുക്കളെ സർട്ടിഫിക്കറ്റ് മേടിക്കാം, കുഴപ്പമില്ല. നല്ല ആരോഗ്യമുള്ള പശുക്കളാണ്. നല്ല ആരോഗ്യമുള്ള പശുക്കളാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു 4-5 പശുക്കളൊക്കെ എടുക്കുന്നവർക്ക് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പശുക്കളെ വരെ കാണിച്ചു കൊടുക്കാൻ പറ്റും? അങ്ങനെ കണക്കൊന്നുമില്ല, മാക്സിമം നമുക്ക് 10-200 പശുക്കളോളം നമുക്ക് കാണിച്ചു കൊടുക്കാം. അത്രയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ അപ്പൊ അതിൽ നിന്ന് നമുക്ക് 4-5 ഒക്കെ സെലക്ട് ചെയ്യാം. ധാരാളം മതി. അതായത് പശുവിനെ കുറിച്ച് അറിയാവുന്നവർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം പറഞ്ഞൊരു 10-20 പശുക്കൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ തിരഞ്ഞെടുക്കാൻ അവർക്ക് പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും കൂടുതലായിട്ടും. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? എന്റെ വീട് പാലക്കാടാണ്. പാലക്കാടാണ്. അതെ. അപ്പൊ നമുക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ലൊക്കേഷൻ കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ. വിളിച്ചിട്ട് നിങ്ങൾ പാലക്കാട് വന്നാൽ മതി. നല്ല കിടിലൻ പശുക്കളെ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഇതുപോലെ നല്ല ക്വാളിറ്റി പശുക്കൾ. സാധാരണ എല്ലാവരുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പശുക്കളെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിലുള്ള ഫാമുകളിൽ വന്നാൽ മാത്രമേ ഇതുപോലുള്ള പശുക്കളെ കിട്ടൂ അല്ലേ ഏട്ടാ? പിന്നെ തീർച്ചയായിട്ടും ഇത്തരം പശുക്കൾ മാത്രമല്ല, കൂടുതലായിട്ട് നമ്മൾ ഇതെല്ലാം ഫാമർക്ക് പോകുന്ന പശുക്കളാ. ഇപ്പൊ ചെറുകൂട്ടം പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പശുക്കൾ നമുക്ക് എടുത്തു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ജേഴ്സി പശുക്കൾ വീട്ടാവശ്യങ്ങൾക്ക് ചെറിയ ഒരു 15 ലിറ്റർ പാല് മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട പശുക്കൾ നമുക്ക് എടുത്തു കൊടുക്കാം. പശുക്കളെയൊക്കെ ഇപ്പൊ പലരും നമ്മളെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ വില ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വില ഏകദേശമെങ്കിലും പറയാൻ പറ്റൂല? എന്റെ ഭായി, ഞാൻ പറയട്ടെ, പശുവിന്റെ വില എന്ന് നിശ്ചയിക്കുന്ന ഞാൻ പറഞ്ഞില്ല, പശുവിന്റെ ബോഡി വെയിറ്റും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ വില നിശ്ചയിക്കുന്ന പാലിനളവും. ചില സമയത്ത് നമ്മൾ ചെനപ്പശുക്കളായി മേടിക്കുന്നത്. ഈ ചെനപ്പശുക്കൾ മേടിക്കുമ്പോഴും അവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് കിട്ടുന്ന പശുക്കൾ ഈ പശുക്കളൊന്നും കിട്ടൂല. എങ്കിലും നമ്മളൊരു അവർ 1.15 1.25 പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിക്ക് നോക്കിയിട്ട് നമുക്കൊരു 1 രൂപ താഴെ, മാക്സിമം അങ്ങേറ്റം ഒരു 1 രൂപ താഴെ 90, 95 ആ റേഞ്ചിലൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ജേഴ്സി പശുക്കളൊക്കെ ആണെങ്കിൽ പരമാവധി വില മേടിക്കാം. അപ്പൊ ഇതിന്റെ കാമ്പൊക്കെ നല്ല അടിപൊളി കാമ്പാണ്. നമുക്ക് ഇതിൽ എനിക്ക് തോന്നുന്നു മെഷീനൊക്കെ വെച്ച് കറക്കുന്നതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഒന്നുമില്ല. നമ്മളിത് എന്ത് പറഞ്ഞാലും ഇല്ലേ, നമ്മുടെ കർഷകൻ വന്നു കഴിഞ്ഞാൽ അവനെ പശുവിനെ പറ്റി അറിയാം. അപ്പൊ നമുക്കും അയാളുടെ അറിവും വെച്ച് നമ്മൾ പശു മേടിക്കുന്നു. പശു നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുള്ളൂ. അവിടെ വിലയുടെ കാര്യമല്ല വിഷയം. അപ്പൊ വരുന്ന കസ്റ്റമർക്ക് എങ്ങനെയാണോ അവരിഷ്ടപ്രകാരം എങ്ങനെയാണോ ആ രീതിക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുള്ളൂ. നമ്മളല്ല വില നിശ്ചയിക്കുന്നത്, അവരാണ് നിശ്ചയിക്കുന്നത്. അവരുടെ വിലയ്ക്ക് നമുക്ക് മാക്സിമം മേടിച്ചു കൊടുക്കുക, ബാർഗൈൻ ചെയ്ത് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് വരുന്ന കസ്റ്റമറിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഉള്ള ഏറ്റവും നല്ല പശുക്കൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 1 ലക്ഷം പശു 50 രൂപ. പക്ഷെ എങ്കിലും പശുവിന്റെ മാന്യമായിട്ടുള്ള വില വെച്ചാൽ കിട്ടും. അവർക്ക് കൊണ്ടുപോയി നല്ല പശുക്കളെ കിട്ടും, നല്ല പാല് കിട്ടും വേണം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മുടെ കുറ്റമല്ല, അവർ 25 പറഞ്ഞാൽ 23 കിട്ടുള്ളൂ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ 25 നിങ്ങൾ പറഞ്ഞ ഒരു കണക്കിന് ശരിയാ. 30 പ്രതീക്ഷിച്ച് മേടിക്കുന്ന പശുവാണ് 25 കിട്ടുന്നത്. അപ്പൊ 5 ലിറ്റർ വ്യത്യാസം വന്നു. ഈ 5 ലിറ്റർ വ്യത്യാസം എവിടെ പോയെന്ന് വെച്ച് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും നമുക്ക് വലിയ പ്രയാസമുള്ള രീതിക്ക് അവർക്കും പാല് കിട്ടും. ഇതുപോലുള്ള നല്ല അടിപൊളി കിടലൻ കിടക്കാച്ച് പശുക്കളെ മണി ഭഗവതിയുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് വന്നാൽ നല്ല അടിപൊളി പശുക്കളുമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാം.